ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു കെമി പേപ്പർ ഉപയോഗിച്ച് ഒരു അടിപൊളി ക്യാൻഡിൽ ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ലോട്ടസ് തീമിലാണ് കേട്ടോ നമ്മൾ ഈ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പിങ്ക് കളർ ഒരു കെമി പേപ്പറാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കി എടുക്കുമ്പോൾ പേപ്പറിൻ്റെ താഴെയായിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വലിയൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ നേർ പകുതിയായിട്ട് പേപ്പർ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ കിട്ടും. ഇതേ രീതിയിൽ തന്നെ ഈക്വൽ ഹാഫായിട്ട് ഒന്നും കൂടി പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെയും ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു പെന്നോ പെൻസിലോ എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതേ രീതിയിലൊന്ന് ചെരിച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ പോർഷൻസ് സിസർ ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ക്യാൻഡിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇനി ഇതിനെ ഒന്ന് കളർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കളർ ചെയ്തെടുക്കുന്നത്. പേപ്പർ ഗ്ലാസ് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഓരോ പെറ്റൽസിൻ്റെയും സൈഡിലായിട്ട് ഇതേപോലെ ലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ പെറ്റലായിട്ട് ഗ്ലാസിൻ്റെ ഓരോ സൈഡിലേക്കുമായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ലീഫ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളർ ഒരു കെമി പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പേപ്പർ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരേ അളവിൽ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് പേപ്പർ അതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഗം ഉപയോഗിച്ച് സെൻറ്ററിലുള്ള പേപ്പറിൻ്റെ രണ്ട് സൈഡുകളും ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. രണ്ട് പേപ്പർ കൂടി ഇതേ ഷേപ്പിൽ ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്തെടുത്ത ഓരോ പേപ്പറിൻ്റെയും സൈഡുകൾ ചേർത്ത് ഗം ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിൾ ഷേപ്പിലായിരിക്കും കേട്ടോ കിട്ടുക.
ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്ലവറിൻ്റെ പാർട്ട് ലീഫിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ഹാങ്ങിങ് ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പേപ്പർ ഗ്ലാസിൻ്റെ 2 സൈഡിലും ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്കൊരു LED ക്യാൻഡിൽ ലൈറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽ ഹോൾഡർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.